കോട്ടക്കുന്നിൽ എക്സിബിഷനിൽ വന്ന സമയത്ത് ഇതിനകത്ത് സ്റ്റാളിലൂടെ പോകുന്ന സമയത്ത് കണ്ടതാണ് കുട്ടികള്, സ്കൂളിലെ കുട്ടികൾ അവര് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പൊ അവരെയും ടീച്ചറെയും കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്തിനാ അവര് വിളിക്കുന്നത് എന്നുള്ളത്. നല്ലൊരു സ്കില്ലാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ബാക്കിൽ എന്താ എന്നുള്ളത് ടീച്ചറോട് തന്നെ വെക്കാം. ടീച്ചർ, എന്തിനാണ് ഈ കുട്ടികൾ ഇതെല്ലാം സാധനങ്ങൾ ഈ എക്സിബിഷനിൽ വിൽക്കുന്നത്? അതായത് കേരളത്തിലെ എല്ലാ NSS യൂണിറ്റിന്റെയും ഒരു പ്രോജക്റ്റ് ആണ് ഒരു സ്നേഹഭവനം. കഴിയാത്തൊരു കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അവരെ സ്കൂളിലെ കുട്ടീനെ തന്നെ സെലക്ട് ചെയ്ത് അവർ വീട് വെച്ച് കൊടുക്കും. പല സ്കൂളുകളും ഫണ്ട് പലതരത്തിലാണ് റേസ് ചെയ്യുക, ഡൊണേഷൻ ഒക്കെ വാങ്ങിയിട്ടാണ് കൂടുതലും ചെയ്യാറ്. ഞങ്ങൾ അപ്പൊ കുട്ടികൾ തന്നെ കൊണ്ടുവന്നൊരു പുതിയൊരു ആശയമാണ്. നമുക്ക് പരിസ്ഥിതി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച് അത് സെയിൽ ചെയ്തുണ്ടാക്കുന്ന ഫണ്ട് കൊണ്ട് നമുക്കൊരു വീട് പണിയാം. അങ്ങനെയാണ് എക്കോ നെസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതും. ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തുടങ്ങിയതാണ്. അങ്ങനെ കുട്ടികളെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഓഫീസുകളിലും വീടുകളിലൊക്കെ കയറി ഇത് കൊടുത്ത് വിറ്റ് ആ ക്യാഷ് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വാർപ്പ് കഴിഞ്ഞു. ഞങ്ങളിപ്പോ ഏകദേശം 1 ലക്ഷത്തോളം ഈ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് 1 ലക്ഷത്തോളം രൂപ നിങ്ങൾ ഇവിടെ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല കുട്ടികളും പല സ്ഥലത്തും കളക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മാതൃകയാണ് കേട്ടോ. കുട്ടികൾ അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എമൗണ്ട് റേസ് ചെയ്യാന്നുള്ളത്. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ എഡ്യൂക്കേഷൻ കഴിയുമ്പോഴേ ഒരു സാധനം പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഒരു ബിസിനസ് മൈൻഡ് അവരുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാന്നുള്ള മാത്രമല്ല, അവരുടെ കൂടെയുള്ള ഒരു കുട്ടിയെ സഹായിക്കുക എന്നുള്ള വലിയൊരു എമ്പതി എന്ന് പറയുന്ന സ്കില്ല്, അതായത് സമൂഹത്തിനോട് കുട്ടികൾക്ക് വേണ്ട വലിയൊരു സ്കില്ലും കൂടി ഇവിടെയുള്ള കുട്ടികൾ റേസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്.